കേരള കോൺഗ്രസിന്റെ തട്ടകമാണ് പാല, പ്രത്യേകിച്ച് പാലാ നഗരസഭ. പാലാ നഗരസഭയുടെ രൂപീകരണ കാലം മുതൽ ഇങ്ങോട്ടേക്ക് കേരള കോൺഗ്രസിന്റെ ആധിപത്യമുള്ള കാലമാണ്. അതായത് മുന്നണികൾ പലതും മാറിയെങ്കിൽ കൂടിയും എപ്പോഴും കേരള കോൺഗ്രസ് നയിക്കുന്ന സംവിധാനമാണ് പാലാ നഗരസഭയിൽ ഉണ്ടാകുന്നത്. കഴിഞ്ഞ തവണ ഇടതുമുന്നണിക്കൊപ്പം ചേർന്ന കേരള കോൺഗ്രസ് എം അവിടെ ഇടതുമുന്നണിക്ക് വേണ്ടി വീണ്ടും ഭരണം നിലനിർത്തി. ഇത്തവണയും അത് തിരിച്ചു പിടിക്കാൻ പക്ഷേ UDFന്റെ വലിയ ശ്രമങ്ങളാണ് ഉണ്ടാകുന്നത്. കാരണം പാലാ നിയമസഭാ മണ്ഡലത്തിലെ കേരള കോൺഗ്രസിൻ്റെയും ഇടതുമുന്നണിയുടെയും തോൽവി ആ രാഷ്ട്രീയ സാഹചര്യം മുൻനിർത്തിയാണ് ഇത്തരമൊരു നീക്കമുണ്ടാകുന്നത്. മാണി ഗ്രൂപ്പിന്റെ കരുത്തിൽ പാലാ നിലനിർത്താനുള്ള പോരാട്ടം ഇടതുമുന്നണിയും ഇത്തവണയും നടത്തുന്നുണ്ട്. ചെയർമാൻ പദവി ഇത്തവണ വനിതാ സംവരണമാണ്. അവിടെയാണ് ഒരു നിർണായക ചോദ്യമുണ്ടാകുന്നത്. ജോസ് കെ മാണിയുടെ പത്നി നിഷ ജോസ് കെ മാണി അവിടെ മത്സരിക്കാൻ കളത്തിലിറങ്ങുമോ എന്ന അഭ്യൂഹം പ്രചരിക്കുകയാണ്. ചില കേരള കോൺഗ്രസ് കേന്ദ്രങ്ങൾ തന്നെയാണ് ഈ വാർത്തകൾ പുറത്തുവിടുന്നത്. ഇത്തവണ വനിതാ സംവരണം എന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. മറ്റൊന്ന്, നിഷ ജോസ് കെ മാണി നേരത്തെ തന്നെ നിയമസഭയിൽ അടക്കം മത്സരിച്ചേക്കുമെന്ന സൂചനകളും ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ നിഷയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് വഴി ഒരുക്കുന്നതാവുമോ ഇത്തവണത്തെ പാലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന ചോദ്യം കൂടി ഉയരുകയാണ്. 26-ൽ 17 സീറ്റും നേടിയായിരുന്നു കഴിഞ്ഞ തവണ ഇടതുമുന്നണി ഭരണം പിടിച്ചത്. അതേസമയം കാലാവധി തീരും വരെ LDFൽ ഉണ്ടായ തമ്മിലടികൾ പാലായെ വാർത്തകളിൽ പലതവണ നിറയ്ക്കുകയും ചെയ്തിരുന്നു. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, പാലാ കേരള കോൺഗ്രസിന്റെ അഭിമാനമാണ്. കേരളത്തിലെ ഏത് രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടായപ്പോഴും കേരള കോൺഗ്രസിനൊപ്പം ഉറച്ചു നിന്ന മണ്ഡലമാണ്. കഴിഞ്ഞ തവണ ഇടതുമുന്നണിക്ക് ആ മണ്ഡലത്തിൽ പാല പിടിക്കാനായതും കേരള കോൺഗ്രസിന്റെ മികവിലാണ്. ഇത്തവണയാണ് പ്രസക്തമായ ചോദ്യം ഉണ്ടാകുന്നത്. കാരണം മാണി സി കാപ്പൻ എന്ന ഒരു UDFന്റെ ഭാഗമായിരിക്കുന്ന MLA ഉള്ളയിടം മാണി സി കാപ്പനും കോൺഗ്രസും ഒക്കെ ചേരുന്ന ഒരു സഖ്യം അവിടെ കേരള കോൺഗ്രസിനും CPMനുമെതിരെ വലിയ നീക്കം നടത്തുന്ന ഇടം കൂടിയാണ്. അങ്ങനെയെങ്കിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. 1. 2, എന്തുകൊണ്ട് നിഷ ജോസ് കെ മാണിയുടെ പേര് ചർച്ചയിൽ ഉയരുന്നു? സജിത്ത്, ഏറ്റവും കൗതുകരമായിട്ടുള്ള ഒരു പേര് അത് തന്നെയാണ്. അത് ഈ വനിതാ സംവരണം ആയി പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ അടക്കം ഇത്തരം പ്രചരണങ്ങൾ വരുന്നത്. ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ വാർത്തയായി വരികയും ചെയ്തു. പാലയിൽ നിഷ ജോസ് കെ മാണിയുടെ നേരത്തെ സജിത്ത് ചൂണ്ടിക്കാണിച്ച പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ നിഷ ജോസ് കെ മാണിയുടെ പേര് ഉയർന്നു വന്നിരുന്നതാണ്. ഇപ്പോഴും അത് ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ചുകൂടി സാധ്യതയോടുകൂടി ചില നേതാക്കളെങ്കിലും നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എതിർചേരിയിലുള്ളവരും നിഷ ജോസ് കെ മാണി ഇറങ്ങുന്നു എന്ന വിവരം ആ നിലയിൽ ചർച്ച വരുന്നുണ്ട്. എന്തായാലും ഇതിൽ ഇനിയും വ്യക്തത വരേണ്ട കാര്യം തന്നെയാണ്. ഇതൊരു അഭ്യൂഹമായി തന്നെ ഇപ്പോൾ നിലനിൽക്കുകയാണ്. എന്തായാലും സജിത്ത്, ഇതിനൊക്കെ അപ്പുറത്തേക്ക് നിഷ വന്നാലും വന്നില്ലെങ്കിലും വലിയ രാഷ്ട്രീയ പോരാട്ടം, കോട്ടയത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പോരാട്ടം എവിടെ എന്ന ചോദ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം നൽകാൻ കഴിയുന്നത് പാലാ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. പാലായിലെ ഓരോ ചലനവും കഴിഞ്ഞ 5 വർഷവും നമുക്കറിയാം തുടക്കം മുതലുണ്ടായിട്ടുള്ള ചലനങ്ങൾ വാർത്തകളിൽ ഇടം നേടിയ ഒരു സ്ഥലം കൂടിയാണ്. അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF ഈ മുൻ ചെയർമാൻ KM മാണിക്കൊപ്പം ഉണ്ടായിരുന്ന കുര്യാക്കോസ് പടവനെ ഒക്കെ ഒപ്പം നിർത്തിയായിരുന്നു ജോസഫ് വിഭാഗം കളം പിടിക്കാൻ ഇറങ്ങിയത്. കോൺഗ്രസും തങ്ങൾക്ക് കരുത്തുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അത് നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലാ നഗരസഭ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ 17-9 എന്ന നിലയിൽ വിജയിക്കാൻ ഇടതിന് കഴിഞ്ഞത്. പ്രത്യേകിച്ച് ജോസ് കെ മാണി വിഭാഗത്തിന്റെ കരുത്തുണ്ട്. പക്ഷെ അവിടെയാണ് ചില സീറ്റുകളിൽ വളരെ ചെറിയ വോട്ടുകൾക്കാണ് തോറ്റത് എന്നുള്ളതാണ് UDFന്റെ ഇത്തവണത്തെ ഒരു ആത്മവിശ്വാസം. രാഷ്ട്രീയ സാഹചര്യം മാറി മറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി മികച്ച സ്ഥാനാർത്ഥി നിർണയത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ പാലാ തങ്ങൾക്കൊപ്പം എത്തുമെന്ന് UDF കരുതുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ രാഷ്ട്രീയ സാഹചര്യം. അവിടെയാണ് കൂടുതൽ കരുത്തയായ. ഈ കഴിഞ്ഞ തവണ ഏതാണ്ട് 4-5 വർഷമുണ്ടെങ്കിൽ പലതവണ ഈ ചെയർമാൻമാർ മാറുന്നു. കേരള കോൺഗ്രസ് എമ്മിലെ തന്നെ പലരും മാറി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ ഉണ്ടായ ചെയർമാൻഷിപ്പ് മാറ്റവുമായി ബന്ധപ്പെട്ട് പോലും കേരള കോൺഗ്രസ് എമ്മിൽ പല തർക്കങ്ങളുമുണ്ട്. അങ്ങനെ അവിടെ അടിത്തട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നത് കഴിഞ്ഞ ഒരു ചെയർമാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടെല്ലാം നമ്മൾ കണ്ടതുമാണ്. ഇതിനിപ്പം CPMൽ ഉണ്ടായിരുന്ന ബിനു പുളികകണ്ഠത്തെ പാർട്ടി പുറത്താക്കുന്നു. ബിനു കറുത്ത ഷർട്ടിട്ട് വരുന്നു. ബിനു പുളികകണ്ഠവും ബൈജു കൊല്ലംപറമ്പിലും തമ്മിലുണ്ടായ തമ്മിലടി, എയർപോർട്ട് വിവാദം, അങ്ങനെ ഇടതുമുന്നണിക്കുള്ളിൽ കഴിഞ്ഞ 5 വർഷവും നിറഞ്ഞു നിന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതും UDF പ്രതീക്ഷയായി കാണുകയാണ്. പക്ഷേ കേരള കോൺഗ്രസ് എമ്മിന്റെ അടിവേര് ഉള്ള സ്ഥലമാണ് പാല എന്ന് പറയുന്നു. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം പല തെരഞ്ഞെടുപ്പുകളിലും UDFന് കൃത്യമായ ആധിപത്യം ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് പാലാ നഗരസഭ ഉൾപ്പെട്ട സ്ഥലം എന്നത് അവർക്ക് ആത്മവിശ്വാസം പകരുന്ന ഒരു ഘടകം കൂടിയാണ്. എന്തായാലും പാലായിലെ ഈ തെരഞ്ഞെടുപ്പ്
തൊട്ടടുത്ത് നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ നേരത്തെ തന്നെ കൊടുത്തിരുന്ന ഒരു വാർത്തയാണ് ജോസ് കെ മാണി ഒരുപക്ഷെ കടുത്തുരുത്തിയിലേക്ക് മാറുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ചർച്ചകൾ. അത്തരം മാറ്റങ്ങൾക്ക് പോലും നിർണായകമാകാൻ സാധ്യതയുള്ളതാണ് പാലാ നഗരസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. അങ്ങനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒപ്പം തന്നെ ഇടതുമുന്നണിക്കുള്ളിൽ കേരള കോൺഗ്രസ് എമ്മും CPM-നുള്ളിലും ഉണ്ടായ പ്രശ്നങ്ങൾ പലപ്പോഴും സംസ്ഥാന നേതൃത്വം പോലും ഇടപെട്ടാണ് ആ പ്രശ്നം പരിഹരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ പാലായിൽ ജയിക്കുക എന്നുള്ളത് CPM-ന്റെയും കേരള ജോസ് വിഭാഗത്തെ ഇപ്പുറത്ത് നിർത്തുന്നതിൽ CPM-ന്റെ റോളും വളരെ പ്രധാനപ്പെട്ടതായി നിൽക്കുന്നു. അങ്ങനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ വലിയ പ്രാധാന്യമുള്ള ഒരു മത്സരമായി പാലാ മാറുകയാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൗതുകം തുടക്കത്തിൽ പറഞ്ഞത് തന്നെയാണ്, നിഷ ജോസ് കെ മാണി മത്സരിക്കാൻ ഇറങ്ങുമോ എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ്. അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നു എന്നത് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയുള്ളൂ. അവർ മനസ്സ് എന്താ പറയുക, അങ്ങനെ ഒരു നിലപാട് വ്യക്തമാക്കി പാർട്ടി ഒരു അന്തിമമായ തീരുമാനമോ ഒന്നും എത്തിയിട്ടില്ല. പക്ഷെ ആ പാർട്ടിയിലുള്ള നേതാക്കളും ഇപ്പുറത്തുള്ള എതിർചേരിയിലുള്ളവരൊക്കെയും ഈ തന്ത്രങ്ങൾ പലതും അപ്പുറത്തുള്ളതും മനസ്സിലാക്കുന്നുണ്ട്. ആ നിലയിൽ രണ്ട് വിഭാഗങ്ങളിലുള്ളവരിൽ നിന്നും ഇങ്ങനെ ചില ചർച്ചകൾ അല്ലെങ്കിൽ ചില വർത്തമാനങ്ങൾ നടക്കുന്നുണ്ട് എന്ന സൂചനകൾ വരുന്നുണ്ട്. പക്ഷെ അതിലൊരു അന്തിമമായ വ്യക്തത ഇനിയും വരാനുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പാലായിലായിരിക്കും കോട്ടയത്തെ ഏറ്റവും തീപാറുന്ന പോരാട്ടം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടക്കുക. ശ്രീജിത്ത്, ഈ വാർത്തയുടെ ഒരുപക്ഷെ ഏറ്റവും വലിയ കൗതുകം നിഷ ജോസ് കെ മാണി മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യം തന്നെയായിരിക്കും. ഈ നിഷ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ പ്രവേശനം യഥാർത്ഥത്തിൽ ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചർച്ചയായിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് KM മാണിയുടെ മരണശേഷം അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിഷ ജോസ് കെ മാണി മത്സരത്തിന് വരും എന്ന ചില സൂചനകൾ അന്ന് തന്നെ ഉണ്ടായതാണ്. പക്ഷേ ജോസ് ടോം എന്ന മറ്റൊരു സ്ഥാനാർത്ഥി വരികയെന്ന് അതാണ് സംഭവിച്ചത്. പിന്നീട് ജോസ് കെ മാണിയോട് മത്സരിക്കാനും വരുന്നു. അപ്പോൾ ജോസ് കെ മാണിയുടെ പത്നിയുടെ രാഷ്ട്രീയ പ്രവേശനം എന്നും എക്കാലവും ചർച്ചകൾ ഉണ്ടായിരുന്നതാണ്. കേരള കോൺഗ്രസ് കേന്ദ്രങ്ങൾ തന്നെ ഇതെപ്പോഴും എപ്പോഴും സംഭവിച്ചേക്കാം എന്നൊരു സാധ്യത പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തവണ ഒരു നിയമസഭയ്ക്കപ്പുറം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭാഗ്യം പരീക്ഷിക്കാനുള്ള ജോസ് കെ മാണിയുടെ ഭാര്യയുടെ നിഷ ജോസ് കെ മാണിയുടെ സാധ്യത അത് തള്ളിക്കളയാതിരിക്കാൻ പല കാരണങ്ങൾ കൂടിയുണ്ടല്ലോ. ഉദാഹരണത്തിന് നോക്കൂ, കേരള കോൺഗ്രസിന് തന്നെ ഭരണം കിട്ടിയെന്ന് കരുതുക. പക്ഷേ അവിടുത്തെ ചെയർമാൻഷിപ്പിൽ ഒരു വനിതകളാണെങ്കിൽ അല്ലെങ്കിൽ പുരുഷനാണെങ്കിലും ഒരു ടേമിൽ ഒരുപക്ഷെ ഓരോ വർഷവും തന്നെ ചെയർമാൻഷിപ്പ് മാറുന്ന സാഹചര്യം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം എന്താ, അത് കേരള കോൺഗ്രസിനകത്തെ തർക്കങ്ങളൊക്കെയാണ്. 5 വർഷവും തുടർച്ചയായി ഒരു ചെയർമാന് ചുമതല കൊടുക്കാൻ പുതിയ സാഹചര്യത്തിൽ കേരള കോൺഗ്രസിന് കഴിയുന്നില്ല. ഇത്തരം സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് നിഷ ജോസ് കെ മാണിയെ പോലെ ഒരാൾ വരിക, ഭരണം കിട്ടുകയാണെങ്കിൽ ചെയർമാൻഷിപ്പിലേക്ക് വരിക, 5 വർഷവും നിൽക്കുക, അതൊരു ഐക്കണാകുക, അങ്ങനെ രാഷ്ട്രീയ പ്രവേശനം സാധ്യമാവുക. അങ്ങനെ ഒരു മാറ്റം കേരള കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഈ ഒരു സാധ്യത തള്ളിക്കളയുന്നില്ല. അങ്ങനെ തന്നെയാണോ കോട്ടയത്തെ ചർച്ചകൾ? തീർച്ചയായും ഇത് അനൗദ്യോഗികമായി അത്തരം സാധ്യതകൾ പറയുന്നുണ്ട് സജിത്ത്. പക്ഷേ ഒരു ഔദ്യോഗികമായ വിവരം അല്ലെങ്കിൽ നേതൃത്വത്തിന്റെ അങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അതിന് വേറെ കാര്യം കൂടിയുണ്ട്. ഇതൊരു തെരഞ്ഞെടുപ്പ് തന്ത്രമായിരിക്കാം, ഒരുപക്ഷെ ഇനി അല്ലായിരിക്കാം. എന്തായാലും അതൊരു പ്രഖ്യാപനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നത് മാത്രമേ ഉള്ളൂ. അന്തിമമായി സ്ഥിരീകരിക്കാവുന്ന നിലയിലേക്ക് എത്തിയില്ല എന്നുള്ളൂ. പക്ഷേ സജിത്ത് പറഞ്ഞ ആ സാധ്യത വളരെ വലുതാണ്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എമ്മിൽ നിഷ ജോസ് കെ മാണി മത്സരിക്കുകയോ അവിടെ സ്ഥാനാർത്ഥിയായി വിജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് മറ്റൊരു പേരില്ല. ഒരുപക്ഷെ ഇടതുമുന്നണി പോലും അത്തരം കോംപ്രമൈസുകൾക്ക് ചിലപ്പോൾ തയ്യാറായേക്കാം. 5 വർഷം പോലും അതൊരു മികച്ച വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇടതുമുന്നണിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ 5 വർഷം ഒരു വെച്ചുമാറൽ പോലും ചിലപ്പോൾ സാധ്യമല്ലാത്ത രീതിയിലേക്ക് വേണമെങ്കിൽ നിഷ ജോസ് കെ മാണിക്ക് അവിടെ ഒരു പദവി ലഭിക്കുന്ന നിലയിലേക്കെന്നും. പാലാ പിന്നെ ഒരു ചെറിയ നഗരസഭയല്ല, വലിയ പ്രാധാന്യമുള്ള രാഷ്ട്രീയ പ്രാധാന്യമുള്ള സാധ്യതകളുള്ള നഗരം കൂടിയാണ് പാല. അങ്ങനെ ഒരു നഗരത്തിന്റെ പദവിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിൽ എത്തിക്കഴിഞ്ഞാൽ തുടർ രാഷ്ട്രീയം എന്നുള്ളത് വളരെ സാധ്യമായ, വളരെ എളുപ്പത്തിൽ അവിടെ. പിന്നെ നിഷ ജോസ് കെ മാണിയുടെ പേരുകൾ പലപ്പോഴും ഉയർന്നു നിൽക്കുന്നത് അവരുടെ പൊതുപ്രവർത്തന രംഗത്ത് തന്നെ നിൽക്കുന്ന ആളാണ്. അവർ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നില്ല. അതിന്റെ പിന്നിൽ നിന്നൊക്കെ പ്രവർത്തനങ്ങൾക്ക് പല കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട് എങ്കിൽ പോലും, അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പോലും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നു. പല പരിപാടികൾക്കും ഇപ്പോഴും സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നിഷ ജോസ് കെ മാണി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഉപതെരഞ്ഞെടുപ്പുകൾ വന്ന സമയത്തും പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും അല്ലെങ്കിൽ പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്ന സമയത്തൊക്കെയും ഈ പേരുകൾ മാധ്യമങ്ങളിലെല്ലാം വാർത്തയായിരുന്നതാണ്. പക്ഷേ ഇതൊരു സാധ്യതയുള്ള സമയമാണ് എന്ന് ആ പാർട്ടിയിലുള്ളവർ തന്നെ പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ അന്തിമമായ വ്യക്തത മാത്രമേ ഇനി വരാനുള്ളൂ. നിഷ ജോസ് കെ മാണി വന്നാൽ ഒരുപക്ഷെ കാര്യങ്ങൾ കുറച്ചുകൂടി UDFന് കടുത്തതാകാനുള്ള സാധ്യതയും ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അവിടെ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവരും താഴെത്തട്ടിൽ നല്ല ബന്ധമുള്ള ഒരു വനിത കൂടിയാണ്, ഒരു പൊതുപ്രവർത്തക കൂടിയാണ്. ആ നിലയിലുള്ള
സാധ്യത അവർക്ക് അനുകൂലമായി മാറും എന്നതും അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും UDF അതും കണക്ക് കൂട്ടുന്നുണ്ട്. ഇരു വിഭാഗവും പരമാവധി സ്ഥാനാർത്ഥികളെ നേരത്തെ കളത്തിലിറക്കാനുള്ള തന്ത്രങ്ങളും ഒരുക്കി കഴിഞ്ഞ് അതിലേക്കുള്ള യാത്ര തുടരുകയാണ്. സജിത്ത്, ശ്രീജിത്ത്, ഒരു കാര്യം, ഈ കേരള കോൺഗ്രസിന്റെ പ്രത്യേകിച്ച് ജോസ് കെ മാണി വിഭാഗത്തിന്റെ മുന്നണി മാറ്റം, ഇടതുപക്ഷത്തിനൊപ്പമുള്ള രാഷ്ട്രീയ നീക്കം ഒരു തുടക്കമിട്ടത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അത് ഏറെക്കുറെ വലിയ ഫലം കാണുകയും ചെയ്തു. ചില ഇടത്തുങ്ങളിൽ ചില നഷ്ടമുണ്ടായി. ഒരു പക്ഷേ ജോസ് കെ മാണിക്ക് നിയമസഭയിലുണ്ടായ ഒരു വലിയ നഷ്ടത്തിനപ്പുറം ബാക്കിയെല്ലാം അവർക്ക് സക്സസ് ആയിരുന്നു. ആ സക്സസ് ഇത്തവണയും പാലായിൽ തുടരാനുള്ള സാധ്യതയുണ്ടോ? കേരള കോൺഗ്രസും CPM അണികളും തമ്മിലുള്ള ബന്ധം പ്രാദേശികമായി അത് മുൻകാലങ്ങളിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പരിഹരിച്ച് അവിടെ മുന്നോട്ട് പോയിട്ടുണ്ടോ? അങ്ങനെ മുന്നണി സംവിധാനം ഈ പാലാ എന്ന തദ്ദേശ ഏരിയയിൽ എത്ര കണ്ട് ഫലപ്രദമായി മാറാനുള്ള സാധ്യതയുണ്ട്? സജിത്ത്, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിയായി പൂർണ്ണമായി മാറിയില്ലെങ്കിൽ പോലും പരസ്പരം സഹകരിച്ചുകൊണ്ടാണ് മത്സരിച്ചത്. ഏതാണ്ട് കഴിഞ്ഞ തവണ, അതിന് മുന്നത്തെ തവണ UDFനുണ്ടായിരുന്ന അത്രത്തോളം പഞ്ചായത്തുകൾ പിടിക്കാനായി, ജില്ലാ പഞ്ചായത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കാനായി, പാലാ പോലുള്ള നഗരസഭ പിടിക്കാനായി, മറ്റ് നഗരസഭകളിൽ തിരിച്ചടി ഉണ്ടായി. ഇപ്പോൾ വൈക്കം പോലെ, അല്ലെങ്കിൽ UDFന്റെ പരമ്പരാഗത കോട്ടകളായ ഈരാറ്റുപേട്ട പോലെയുള്ളിടത്തൊക്കെ UDF ആണ്. പക്ഷേ മറ്റുള്ളിടത്തെല്ലാം നേട്ടമുണ്ടാക്കുന്നു. പാലായിലും ഭരണം പിടിക്കാനായി എന്നുള്ളത് അതൊരു ചെറിയ കാര്യമല്ല എന്ന് തന്നെയാണ്. അതാണ് LDFൽ കേരള കോൺഗ്രസ് എമ്മിന് കിട്ടിയ ഒരു വലിയ അംഗീകാരം ഇപ്പോഴും തുടരുന്നതിന്റെ. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അവർക്ക് 12 സീറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുക്കുന്നതിന് കാരണമായതും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിനും വലിയ പ്രാധാന്യമുണ്ട്. പക്ഷെ കഴിഞ്ഞ തവണത്തെ പോലെ രാഷ്ട്രീയ സാഹചര്യമാണോ? ഏതാണ്ട് 10 വർഷം പൂർത്തിയാകുകയാണ് ഇടത് സർക്കാർ. പ്രാദേശികമായി ഇപ്പോൾ കേരള കോൺഗ്രസ് എം പ്രവർത്തകരൊക്കെ പറയുന്നത് ഞങ്ങൾ കുറച്ചുകൂടി അടുത്തിട്ടുണ്ട് CPMനോട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ അത് ആ പ്രവർത്തകർക്കിടയിലെ അടുപ്പം എന്നുള്ളതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ വോട്ടുകൾ എങ്ങനെ മാറും എന്നുള്ളത്, ഈ രാഷ്ട്രീയം കൂടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വ്യക്തിപരമാണ് പലപ്പോഴും വോട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ പോലും രാഷ്ട്രീയം കൂടി കേരളത്തെ സംബന്ധിച്ചുണ്ട്. രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു സംസ്ഥാനമായതുകൊണ്ട് തന്നെ അതിനും പ്രാധാന്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പൊതുവിൽ കാണാൻ സാധിക്കുക. ആ രാഷ്ട്രീയ സാഹചര്യം ഇനിയുള്ള ദിവസങ്ങളിൽ ഉരുത്തിരിയാനും മാറി മറിയാനും ഒക്കെയുള്ള സാധ്യത ഉണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമമായ വ്യക്തത വരിക. പാലാ ഒരുപക്ഷെ UDFന് വളരെ എളുപ്പമാണെന്നായിരുന്നു അവർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പറഞ്ഞിരുന്നത്. കാരണം അവിടെ ജനസ്വാധീനമുള്ള നേതാക്കൾ തന്നെയാണ്. കുര്യാക്കോസ് പടവനെ പോലുള്ളവർ, KM മാണിക്കൊപ്പം പ്രവർത്തിച്ചാൽ, മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നാൽ, അങ്ങനെയൊക്കെയുള്ള ഒരാളെ മുൻനിർത്തിയായിരുന്നു കഴിഞ്ഞ തവണ മത്സരം. പക്ഷേ പടവൻ ഉൾപ്പെടെ തോൽക്കുന്ന നില ഒരു ഞെട്ടലാണ് കഴിഞ്ഞ തവണ പാലായിൽ UDFന് ഉണ്ടായത്. അവിടെ ഉണ്ടായിരുന്ന പാകപ്പിഴവുകൾ എന്തൊക്കെ എന്ന് പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തന്ത്രം തന്നെയാണ് പാലായിൽ UDF നടത്തുക. ഇപ്പുറത്ത് LDF തങ്ങൾക്ക് താഴെത്തട്ടിലുള്ള, ഇപ്പോൾ തങ്ങൾക്ക് നേരിട്ട് വോട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റ് പല കേരള കോൺഗ്രസുകളെ പോലെയോ ഘടകകക്ഷികളെ പോലെയോ ഒന്നുമല്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് ജയിക്കാൻ പ്രാപ്തരാണ് ഇത്തരം സ്ഥലങ്ങളിൽ എന്ന നിലയിലാണ് കേരള കോൺഗ്രസും സാധാരണ നിലയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കാണിച്ചിട്ടുള്ളത്. അത് അവർക്ക് കരുത്തായി തുടരുകയാണ്. ആ കരുത്തിലൂടെ ജയിക്കാം എന്ന് അവർ അവകാശപ്പെടുന്നു. പക്ഷെ അപ്പോഴും രാഷ്ട്രീയ സാഹചര്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് പാലാ പോലുള്ള ഒരു സ്ഥലത്ത് നമുക്കറിയാം, KM മാണി തുടർച്ചയായി വിജയിച്ച സ്ഥലത്ത് അവിടെ പിന്നീട് KM മാണിയുടെ പിന്തുടർച്ച ഉള്ള രാഷ്ട്രീയത്തെ അല്ല അവരെ ജയിപ്പിക്കുന്നത്. അവിടെ KM മാണിക്കെതിരെ മത്സരിച്ചിരുന്ന മാണി സി കാപ്പനെ പോലും ജയിപ്പിക്കുന്ന സാഹചര്യമാണ് പിന്നീട് ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് പാല അങ്ങനെ മാറി മറിയാനുള്ള സാധ്യത ഫ്ലെക്സിബിൾ ആണ് പാല എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. സജിത്ത്, ശ്രീജിത്ത് മുമ്പേ പരാമർശിച്ചു പോയി, അതിൻ്റെ വിശദാംശത്തിലേക്ക് വരുമ്പോൾ ശ്രീജിത്ത്, ഈ ജോസ് കെ മാണി ഏത് നിയമസഭാ മണ്ഡലം മത്സരത്തിന് തിരഞ്ഞെടുക്കുന്നു എന്നത് ഒരുപക്ഷേ പാലയിലെ തെരഞ്ഞെടുപ്പിൽ നിർണായകമായിരിക്കും. തൻ്റെ പിതാവിൻ്റെ മണ്ഡലത്തിൽ തന്നെ വിജയിച്ചു വരണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടാവും. പക്ഷേ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അത്ര കണ്ട് അനുകൂലമല്ല. അതാണല്ലോ കടുത്തുരുത്തി എന്ന ആലോചനകളൊക്കെ വന്നത്. ഒരുപക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലയിൽ ഒരു വലിയ തിരിച്ചടി ഉണ്ടായാൽ സ്വാഭാവികമായും മണ്ഡലം മാറി മത്സരിക്കുക എന്ന തീരുമാനത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ കേരള കോൺഗ്രസിനും ജോസ് കെ മാണിക്കും എത്തിച്ചേരാൻ കഴിയും. കാരണം പാലായിൽ പ്രാദേശിക തലത്തിൽ ഒരു മോശം വികാരമുണ്ടെങ്കിൽ നിയമസഭയിൽ ഒരു പരീക്ഷണത്തിന് നിൽക്കാൻ സാധ്യതയില്ല. ശരിയാണോ ആ നിരീക്ഷണം ശ്രീജിത്ത്? തീർച്ചയായും അത്തരം സാധ്യതകളുണ്ട്. രാഷ്ട്രീയത്തിൽ എപ്പോഴും പരമാവധി പിന്നെയും നിന്ന് തോൽക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് വിജയിക്കുക എന്നുള്ളത് രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സജിത്ത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുക എന്നുള്ളത്. കടുത്തുരുത്തിയിലടക്കം താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ തയ്യാറായതും അവിടെ വികസന പ്രവർത്തനങ്ങൾ അടക്കം കൊണ്ടുവന്നതിനും പിന്നിൽ ആ പാർട്ടിയിലുള്ളവർ തന്നെ വിലയിരുത്തിയതും
അന്ന് ഇടത് മുന്നണിയോട് ചേർന്ന് നിൽക്കുന്നവർ പോലും ജോസ് കെ മാണി കടുത്തുരുത്തിയിൽ മത്സരിച്ചാൽ സാധ്യത കൂടുതലാണ് എന്ന അന്നത്തെ ചർച്ചയിലൊക്കെ റെജി ലൂക്കോസിനെ പോലുള്ളവർ നമ്മളോട് തന്നെ സംസാരിക്കുകയും ചെയ്തത് ഓർക്കുകയാണ്. അപ്പോൾ ആ ഒരു സാധ്യത ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് നമുക്ക് തീർച്ചയായും പറയാം. അത് കേവലം മുന്നണി ഈ മണ്ഡലമാറ്റം എന്നുള്ളത് മാത്രമല്ല, കഴിഞ്ഞ 5 വർഷവും ഇടതുമുന്നണിയിൽ ജോസ് കെ മാണി വിഭാഗത്തെ പിടിച്ചു നിർത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി മാറിയത് അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വലിയ നേട്ടമാണ്. താഴെത്തട്ടിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒക്കെ പരമാവധി സീറ്റുകൾ നൽകുകയും പദവികൾ നൽകുകയും ഒക്കെ ചെയ്യാനായി ജില്ലാ പഞ്ചായത്തിലടക്കം നിർമ്മല ജിമ്മി കേരള കോൺഗ്രസ് എം പ്രതിനിധിയായി ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായി നിൽക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരു UDF നിന്ന് ഫലത്തിൽ വിഘടിച്ച് പുറത്തേക്ക് വന്നൊരു പാർട്ടിയായിട്ട് പോലും പരമാവധി സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ എന്നുള്ളത് തന്നെയാണ്. തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് കിട്ടാൻ കാരണമായതും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആ വിജയം ആവർത്തിക്കുക എന്നുള്ളത് ജോസ് കെ മാണി വിഭാഗത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അങ്ങനെ പാലായിലെ രാഷ്ട്രീയത്തിനും ഒരുപാട് സാധ്യതകളുള്ളത്. ഈ തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി പാലായിൽ തന്നെ ഉറപ്പിക്കുമോ? ഇപ്പോഴും അദ്ദേഹം പാലാ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. കടുത്തുരുത്തിയിലും അദ്ദേഹം സാധ്യതകൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടും നോക്കിയാണ് മുന്നോട്ട് പോകുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം കടുത്തുരുത്തി എന്ന് ഔദ്യോഗികമായി അല്ല പാല വിട്ടുപോകുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ തയ്യാറാകുന്നില്ല. മാത്രവുമല്ല അതിനുമപ്പുറത്തേക്ക് ഈ പാലായിലുള്ള പ്രവർത്തകരോട് ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന സൂചനകളൊക്കെ അദ്ദേഹം നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെയാണ് ഒരു വലിയ തിരിച്ചടിയാണ് പാലായിൽ ഒരുപക്ഷെ ഉണ്ടായാൽ, ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ടായാൽ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. എന്തായാലും നിഷ ജോസ് കെ മാണിയെ ഞങ്ങൾ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ മത്സര സാധ്യത എന്ന വാർത്ത അവർ നിഷേധിക്കുകയാണ്. അത്തരം ചർച്ചകളൊന്നുമില്ല എന്നതാണ്. പക്ഷേ മുമ്പ് പലവട്ടവും നിഷ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ പ്രവേശനം ചർച്ചയായിട്ടുള്ളതാണ്. കേരള കോൺഗ്രസ് ആണ് പാർട്ടി, രാഷ്ട്രീയമാണ്. അതുകൊണ്ട് എന്ത് സാധ്യതകളും തള്ളിക്കളഞ്ഞുകൂടാ. അതുതന്നെയാണ് സാഹചര്യങ്ങൾ. കേരള കോൺഗ്രസ് പ്രത്യേകിച്ചും അപ്രതീക്ഷിതമായ പലതും സംഭവിക്കുമെന്ന രാഷ്ട്രീയ സാഹചര്യം കൂടി അവർക്ക് മുന്നിലുണ്ട്. ശ്രീജിത്ത്, ഒരു കാര്യം കൂടി നോക്കുക. നിയമസഭയിൽ അവിടെ മാണി സി കാപ്പൻ നയിക്കുന്ന ഒരു സംവിധാനം, അതിന് കോൺഗ്രസിൻ്റെ പിന്തുണയുണ്ട്, UDFിൻ്റെ പിന്തുണയുണ്ട്. മാണി സി കാപ്പനെ സംബന്ധിച്ച് UDFിനുള്ള മമത എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആ നിയമസഭാ സീറ്റ് നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ടാണ്. പ്രാദേശിക തലത്തിൽ UDFിൻ്റെ ഒരു ഐക്യം അത്ര കണ്ട് അവിടെ പ്രകടമാണോ? കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനമൊന്നും അത്ര വലിയ ശക്തമായ ഒരു ഇടമല്ലല്ലോ ഈ പാല. അപ്പോൾ പാലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്തരമൊരു നിയമസഭയിലെ ഒരു പ്രകടനം UDFിന് ഉറപ്പുവരുത്താൻ കഴിയുമോ? അതൊരു വെല്ലുവിളി ഉണ്ടോ അതിൻ്റെ അത്? സജിത്ത്, ഇതാണ് കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ്, അതായത് KM മാണിയൊക്കെയുള്ള കാലത്ത് തന്നെ കോട്ടയത്തെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് കേരള കോൺഗ്രസ് എമ്മിന് എന്തിനാണ് ഇത്രയും സീറ്റ് കൊടുക്കുന്നത്, അതിന്റെ കാര്യമില്ല. ഇപ്പോൾ പാലാ പോലുള്ള സ്ഥലത്തൊക്കെ കോൺഗ്രസിന് തന്നെ ശക്തിയുണ്ട്, കോൺഗ്രസ് നേരിട്ട് മത്സരിച്ചാൽ ആ സീറ്റ് ജയിക്കാമല്ലോ, ഇവർ അപ്പുറത്ത് നമ്മുടെ കൂടെ തന്നെ നിന്ന് വെല്ലുവിളിക്കല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അടക്കം പറച്ചിലുകളായും ഒക്കെ പല ഘട്ടങ്ങളിലും അവർ ഉന്നയിച്ചിരുന്നതാണ്. പക്ഷേ ഈ കഴിഞ്ഞ LDF പ്രവേശനത്തോടെ പാലാ ഉൾപ്പെടെ ഉള്ള നഗര മണ്ഡലങ്ങളിലടക്കം നഗരസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ജോസ് കെ മാണി വിഭാഗം കൂടെ ചേർന്നതോടെ LDFിനുണ്ടായ വലിയ നേട്ടം അത് UDF ക്യാമ്പിനെ ഞെട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഏറ്റവും ഒടുവിലും അടൂർ പ്രകാശ് ഈ പലതവണ ജോസ് കെ മാണി ഞങ്ങൾ വരില്ല എന്ന് നിഷേധിച്ചിട്ടും പിന്നെയും സാധ്യതയുണ്ട് എന്ന നിലപാടുമായി അടൂർ പ്രകാശ് മുന്നോട്ട് പോകുന്നതിന് പിന്നിലും അതാണ്. കാരണം മധ്യ കേരളത്തിൽ ജോസ് കെ മാണി വിഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നവർ വിലയിരുത്തുന്നതിന്റെ ഭാഗമായാണ് പിന്നാലെ പോയുള്ള ഈ ക്ഷണം എന്ന കാര്യത്തിൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട തെളിവാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ വിഭാഗത്തെ വളരെ പ്രധാനപ്പെട്ടതായി കാണുമ്പോൾ ഈ കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഈ ജോസ് കെ മാണി വിഭാഗത്തിനും ഇടതുമുന്നണിക്കും ഒക്കെ ജില്ലയിൽ വലിയ നേട്ടമുണ്ടാക്കാൻ. അവിടെയാണ് ഇത്തവണത്തെ രാഷ്ട്രീയ സാഹചര്യം ഉൾപ്പെടെയുള്ളവ വളരെ പ്രധാനപ്പെട്ടതായി ഉയർന്നു വരുന്നത് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. എന്തായാലും നിഷ ജോസ് കെ മാണി ഇത്തരത്തിൽ ഇനി എന്ത് നിലപാടെടുക്കും അല്ലെങ്കിൽ എത്തുമോ എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാണും. ശരി, ശ്രീത്ത് മടങ്ങി വരാം. റെജി ലൂക്കോസ് രാഷ്ട്രീയ നിരീക്ഷകൻ നമുക്കൊപ്പമുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, പാലയുടെ രാഷ്ട്രീയം ഞങ്ങൾ പരാമർശിച്ചതിന് കാരണം പാല കേരള കോൺഗ്രസിൻ്റെ തട്ടകമായതുകൊണ്ടാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വർഷങ്ങളായി UDF ഭരിക്കുന്ന ഇടം കേരള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണല്ലോ ഇടതുമുന്നണി പിടിച്ചെടുത്തത്. പക്ഷേ ഇത്തവണ UDF അവിടെ വലിയ രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റുന്നുണ്ട്. അവിടെ ഉയരുന്ന ഒരു ചോദ്യമാണ് നിഷ ജോസ് കെ മാണി ഒരുപക്ഷെ മത്സര സാധ്യതയുമായി വരാനുള്ള സാധ്യത. ചില മാധ്യമങ്ങളെങ്കിലും അത് പങ്കുവച്ചിട്ടുണ്ട്, ചില ചർച്ചകളിലൊക്കെ അത് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. താങ്കൾ കാണുന്നുണ്ടോ ആ സാധ്യത? നിഷ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ പ്രവേശനം മുമ്പും ചർച്ചയായിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും
നിഷ ജോസ് കെ മാണി പാലാ നഗരസഭയിലേക്ക് മത്സരിച്ച ഒരു മുനിസിപ്പൽ ചെയർപേഴ്സൺ കാൻഡിഡേറ്റ് ആയിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് കൂടാതെ തന്നെ പാലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവരുടെ പേര് നിർദ്ദേശിക്കാനുള്ള സാധ്യതയും ഇതിനോടൊപ്പം തന്നെയുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, പാലാ നഗരസഭ ഒരു കാരണവശാലും UDFന്റെ കയ്യിലേക്ക് പോകത്തില്ല. കാരണം കേരള കോൺഗ്രസ് കാലങ്ങളായിട്ട് അടക്കി വാഴുന്ന ഒരു നഗരസഭയാണ് പാലാ എന്ന് പറയുന്നത്. ഈ പാലയായിട്ട് അടുത്ത ബന്ധമുള്ളതുകൊണ്ട് അത് പ്രത്യേകം നിരീക്ഷിക്കണം. ഒന്ന്. രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത്, ജോസ് കെ മാണി കഴിഞ്ഞ തവണ തോറ്റതിൽ ഏതാണ്ട് 14,500 വോട്ടറോടുകൂടി അദ്ദേഹം പരാജയപ്പെട്ടതിൽ ഇപ്പോൾ പാലയിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് പാലാ നഗരപരിധിയിലുള്ള ജനങ്ങൾ വല്ലാതെ മാനസികമായിട്ട് ഒരു വിഷമത്തിലാണ്. കാരണം അവർ ചെയ്തൊരു തെറ്റാണെന്നുള്ളൊരു ബോധ്യമുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 5 വർഷമായി, പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷമായിട്ട്, അതിനു മുമ്പ് 2.5 വർഷവും പാലാ നഗരസഭ അല്ലെങ്കിൽ പാലാ നഗരം ഉറങ്ങുകയായിരുന്നു. ഒരു വികസന പ്രവർത്തനങ്ങൾ യാതൊരു കാരണവശാലും ആ പാലായിൽ എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന UDF, അല്ലെങ്കിൽ അതിൽ പ്രത്യേകിച്ച് താല്പര്യമൊന്നും എടുക്കാതെ കണ്ട് പാലായെ ഒരു വർഷങ്ങൾക്ക് പിറകിലേക്ക് സഞ്ചരിപ്പിച്ച ഒരു ജനപ്രതിനിധിയാണ് ഇപ്പൊ നിയമസഭ പ്രതിനിധിക്കുന്നത്. അതിന്റെ ഒരു അതൃപ്തി പാലായിലുണ്ട്. അപ്പൊ അവരൊരു പ്രായശ്ചിത്തം വന്നോണം തീർച്ചയായിട്ടും അടുത്ത തവണ ജോസ് കെ മാണി നിൽക്കുകയോ അല്ലെങ്കിൽ നിഷ ജോസ് കെ മാണി, ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു വ്യക്തി പാലായിൽ നിന്ന് വിജയിപ്പിക്കും. അതിന്റെ റിഫ്ലക്ഷൻ ഈ നഗരസഭയിലേക്ക് ഉണ്ടാവും. പാലാ നഗരസഭ ഇപ്പോൾ CPM-ഉം അതുപോലെ തന്നെ CPM-ന്റെ ഒരു മെമ്പറേ ഉള്ളൂ എങ്കിൽ പോലും CPM-ന്റെയും കേരള കോൺഗ്രസിന്റെയും സംയുക്തമായ ഭരണത്തിലാണ്. അടുത്ത തവണ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ പശ്ചാത്തലം പാലാ നഗരസഭയ്ക്ക് ഗുണം ചെയ്യും. കേരള കോൺഗ്രസ് അവിടുത്തെ ഏറ്റവും ഒരു കക്ഷിയായി മാറും. CPM-ന്റെ മുനിസിപ്പൽ കൗൺസിലേഴ്സ് അവിടെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് UDF ഏതെല്ലാം രീതിയിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിച്ചാലും പാലായിൽ ജയിക്കാനുള്ള സാധ്യത തന്നെയല്ല. UDFന് ഒരു ലീഡറെ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനത്തേക്ക് ചൂണ്ടിക്കാണിക്കാൻ പാലായിൽ ഇല്ല എന്നുള്ളതാണ്. ഇല്ലെന്നോ അല്ലെങ്കിൽ അവരാരും അതിന് യോഗ്യരില്ലെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനോട് കടപിടിക്കത്തക്ക രീതിയിലുള്ള ഒരു നേതൃത്വം പാലായിൽ UDFനില്ല. അതൊരു വസ്തുതയാണ്. അപ്പൊ അതുകൊണ്ട് പാലാ കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഉറങ്ങിക്കിടക്കുന്നതിന് ഒരു മാറ്റം പാലായിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് മുന്നോടിയായിട്ട് പാലാ നഗരസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ LDF ജയിക്കും. അതിന് നേതൃസ്ഥാനത്ത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഉണ്ടാവും. അത് നിഷ ജോസ് കെ മാണിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു തരംഗമായിട്ട് തന്നെ ഈ നിയമസഭ ഈ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് ബാധിക്കും. അത് ഏറ്റവും കുറഞ്ഞത് കോട്ടയം ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും. അത് യാതൊരു സംശയവുമില്ല. അപ്പൊ നിങ്ങളുടെ റിപ്പോർട്ട് വളരെ കൃത്യമാണ്. അവിടെ ഞാനും ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞിരുന്നു. UDF പരമാവധി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വിജയം കൊയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ അതിനെതിരെ നിൽക്കുന്നു. ശ്രീജിത്തിന്റെ റിപ്പോർട്ട് വളരെ ഓതന്റിക് ആണ്. അതിൽ ആരും സംശയമില്ല. കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നഗരസഭയായി അല്ലെങ്കിൽ നഗരസഭാ തെരഞ്ഞെടുപ്പായി പാലാ മാറുമെന്നുള്ള കാര്യത്തിൽ നിസ്സംശയം പറയാം. ഇതിൽ നമുക്ക് പാലയ്ക്ക് അപ്പുറത്തേക്കുള്ള രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ നോക്കൂ, കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് വലിയ ഡിമാൻഡാണ് കേരള രാഷ്ട്രീയത്തിൽ. UDF ഒളിഞ്ഞും തെളിഞ്ഞും അവരെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഇടതുമുന്നണിക്കൊപ്പം എന്ന നിലപാട് അവരെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇടതുമുന്നണിയിലെ സംഘർഷ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കേരള കോൺഗ്രസിൻ്റെ പ്രകടനം ഒരുപക്ഷെ നിർണായകമാകുമല്ലേ? കാരണം ഇടതുമുന്നണിയിലെ രണ്ടാമനാര് എന്ന തർക്കത്തിൽ ഒരുപക്ഷെ കേരള കോൺഗ്രസിനും ക്ലെയിമില്ല, അത് അംഗീകരിച്ചു കൊടുക്കാൻ CPI തയ്യാറല്ല. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇപ്പോഴത്തെ ഈ തർക്ക സാഹചര്യത്തിൽ കേരള കോൺഗ്രസിൻ്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രകടനം, അതുകൊണ്ട് അതിലൊരു വീഴ്ച ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ജാഗ്രത ഈ കേരള കോൺഗ്രസ് നേതൃത്വം കാട്ടുമോ? ഇടതുമുന്നണിയിൽ അവരുടെ ഒരു നിലനിൽപ്പിൻ്റെ വിഷയം കൂടിയാണല്ലോ. തീർച്ചയായിട്ടും ജോസ് കെ മാണി വിഭാഗത്തിനെ സംബന്ധിച്ചോളം ജോസ് കെ മാണി ഒരു 5-6 ജില്ലകളിൽ വളരെ നിർണായകമാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും അവർക്ക് പ്രാതിനിധ്യമുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, അതുപോലെ തന്നെ കണ്ണൂർ, കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങൾ, കണ്ണൂർ, കാസർഗോഡ് ജില്ലയുടെ കുടിയേറ്റ മേഖലകളൊക്കെ ഈ പാർട്ടി വളരെ ശക്തമാണ്. അവിടെ അതുകൊണ്ട് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചോളം LDFിലെ രണ്ടാമത്തെ ഘടകകക്ഷി എന്ന നിലയിൽ അവർ വളരെ ഭദ്രമായ ഒരു സ്ഥാനത്തായിരിക്കുന്നത്. അവർക്ക് മറ്റൊരു ചിന്തയിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ രാഷ്ട്രീയ കേരളത്തിൽ ഇപ്പൊ ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ CPI ആയിട്ടുള്ള വിഷയം എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് ഉച്ചയോടുകൂടി പരിഹരിക്കും. ഇപ്പൊ തന്നെ അതിനൊരു ഫോർമുല കണ്ടെത്തുന്നുണ്ട്. അതൊന്നും ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമെന്നൊരു വിഷയമായിട്ട് അത് രൂപാന്തരപ്പെടുത്തില്ല. അതിനപ്പുറം ഓപ്പോസിറ്റ് ഇരിക്കുന്ന UDFിനെ സംബന്ധിച്ചോളം നിയതമായ രീതിയിലുള്ള ഒരു നേതൃത്വം ഇല്ലാതെ കൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇപ്പൊ അവരുടെ ഹൈക്കമാൻഡ് തന്നെ താക്കീത് കൊടുത്തിരിക്കുകയാണ്. BD സതീശന് KPCCക്ക് ഒപ്പം നിന്നില്ല എങ്കിൽ അത് ശക്തമായ രീതിയിലുള്ള നടപടിയിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ഒരു കാലത്ത് അധികാരനായിരുന്ന BD സതീശൻ പോലും അവരുടെ ഹൈക്കമാൻഡിന് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് മാറിക്കഴിഞ്ഞു. തന്നെയുമല്ല അവർക്ക് അവരുടെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് വളരെ അതൃപ്തിയിലാണ്. കോൺഗ്രസിന്റെ ഈ തമ്മിലടി കേരളത്തിൽ ഈ നിമിഷം പോലും അവർക്ക് ഒറ്റക്കെട്ടായിട്ട് നിന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന കാര്യത്തിലുള്ള ഒരു പ്രസ്താവന പോലും പുറപ്പെടുവിക്കാൻ സാഹചര്യത്തിൽ തമ്മിലടിക്കുന്ന UDFിലേക്ക് ജോസ് കെ മാണി പ്രവേശിക്കുന്നു പറഞ്ഞാൽ അത് ഒരു കാരണം രാഷ്ട്രീയ ബോധമുള്ള ഒരു മനുഷ്യൻ പോലും അംഗീകരിക്കത്തില്ല. തന്നെയുമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു വസ്തുത,
ജോസ് കെ മാണി ഗ്രൂപ്പിനെ എന്തിനാണ് UDF-ൽ നിന്ന് ചവിട്ടി പുറത്താക്കിയത്, എന്ത് കാരണത്തിന്റെ പേരിലാണ് അപമാനിച്ചിറക്കിക്കൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനം. ജോസ് കെ മാണി പലതവണ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകത്തില്ല എന്നുള്ളത്. പിന്നെ ഇപ്പൊ UDF കൺവീനർ 3 തവണ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടെന്നൊക്കെയാണ് പറയുന്നത്. UDF കൺവീനർ പറയുന്ന കാര്യങ്ങൾക്കൊന്നും വഴങ്ങി കൊടുക്കാൻ ജോസ് കെ മാണിയോ റോഷി കൃഷ്ണ തയ്യാറാകത്തില്ല. കാരണം LDF-ൽ ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ അവരുടെ ഈ ഡിമാൻഡുകൾ അവരുടെ കർഷകർക്കും കുടിയേറ്റ മേഖലകളിലെ ജനങ്ങൾക്കും വേണ്ടി അവരാവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം നേടിക്കൊടുത്തുകൊണ്ട് വലിയൊരു കേഡർ സ്റ്റൈലിലുള്ള ഒരു പാർട്ടിയായിട്ട് ആ പാർട്ടി വളർന്നിരിക്കുന്നു. നിർണായകമായ ഒരു സ്ഥാനത്ത് തന്നെ LDF-ൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരെ സംബന്ധിച്ചുള്ള അവർ ഭദ്രമായ ഇതിലാണ്. ഞാൻ കോട്ടയം ജില്ലക്കാരനാണ്. കോട്ടയം ജില്ലയിൽ അവരുടെ പ്രവർത്തനങ്ങൾ വളരെ കൗതുകത്തോടെ വീക്ഷിക്കുന്നു. അവർ വളരെ അടിത്തട്ടിൽ നിന്ന് തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM-നോടും CPI-യോടും കൈകോർത്തുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോകാണെന്നുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ട് ജോസ് കെ മാണി വിഭാഗത്തിനെ സംബന്ധിച്ചോളം അവർ സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് നിന്നും ഇനി മറ്റൊരു രാഷ്ട്രീയ ചിന്തകളിലേക്കോ ചൂടുമാറ്റത്തിനോ അവർ തയ്യാറാകത്തില്ല. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാധിക്കും. LDF ഭദ്രമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വളരെ സ്ട്രാറ്റജിക് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയും ഇടപെടുകയും ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജോസ് കെ മാണിയെ പോലുള്ള നേതാവ് LDF-ന്റെ കരുത്ത് തന്നെയാണ്. ഒരു തർക്കവും. ശരി, വളരെ നന്ദി റെജി ലൂക്കോസ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ടതാണ്. ജോസ് കെ മാണിയുടെ പത്നി നിഷ ജോസ് കെ മാണി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലയിൽ മത്സരത്തിറങ്ങുമോ എന്ന ചോദ്യമാണ്. ഇതിനകം തന്നെ ഈ വാർത്തകൾ സജീവമാണ്. പക്ഷേ ജോസ് കെ മാണിയും ഒപ്പം നിഷ ജോസ് കെ മാണിയും അടക്കമുള്ള കേന്ദ്രങ്ങൾ ഈ വാർത്ത നിഷേധിക്കുകയാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കാം, ആ സാധ്യത തന്നെയാണ് കേരള കോൺഗ്രസ് കേന്ദ്രങ്ങളും